പ്രിയ സ്നേഹിതരെ, പട്ടണങ്ങളിലും നഗരങ്ങളിലും ഉള്ളവർക്ക് പല തരത്തിലുള്ള വാഹനങ്ങളുണ്ട് യാത്ര ചെയ്യുവാനും മുൻപോട്ട് പോകുവാനും വേണ്ടി. എന്നാൽ കുട്ടനാടൻ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്താൽ അവിടെ പാടങ്ങളും അരുവികളും നദികളും കായലുകളും ധാരാളം ഉള്ളതുകൊണ്ട് അവിടെ പലയിടങ്ങളിലും വേണ്ടത്ര വഴി സൗകര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് പട്ടണങ്ങളിൽ ഉപയോഗിക്കുന്ന, നഗരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലുകയില്ല. അതുകൊണ്ട് അവിടെ ഉള്ളവർ യാത്ര ചെയ്യുവാനും അവരുടെ സാധന സാമഗ്രികൾ കൊണ്ടുപോകുവാനും കൊണ്ടുവരുവാനൊക്കെയും വള്ളങ്ങൾ, ചെറുതും വലുതുമായ വള്ളങ്ങളും ബോട്ടുകൾ, മെഷീൻ ഘടിപ്പിച്ച ബോട്ടുകളെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നു. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ സന്ധ്യയ്ക്ക് ഒരു നദിക്കരയിൽ കെട്ടിയിട്ടിരുന്ന ഒരു വള്ളത്തിൽ കയറിയിരുന്നു. അക്കരെ പോകുവാൻ വേണ്ടി തുഴയെടുത്ത് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേയേറെ നേരം തുഴഞ്ഞിട്ടും ഈ വള്ളം താൻ ഉദ്ദേശിച്ചതുപോലെ അക്കരെ എത്തുന്നില്ല എന്ന് കണ്ടിട്ട് എന്തായിരിക്കും അതിന് കാരണം എന്ന് ചിന്തിച്ച് പരിശോധിച്ചപ്പോഴറിയുന്നത് ആ വള്ളം നദിക്കരയിൽ ഒരു കുറ്റി അടിച്ചിരിക്കുന്നതിൽ ഒരു കയറുമായി വള്ളത്തെ കെട്ടിയിരിക്കുകയാണ്. ഈ കെട്ട് അഴിക്കാഞ്ഞത് കൊണ്ട് താൻ എത്രയോ സമയം തുഴഞ്ഞു അധ്വാനിച്ചു എങ്കിലും താൻ ഉദ്ദേശിച്ചതുപോലെ അക്കരെ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനത് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈ ഒരു വള്ളത്തെ തുഴഞ്ഞ് മുൻപോട്ട് പോയി നാം എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ഏതെങ്കിലും പഴയ മുൻകാല ചെയ്തികൾ, പ്രവർത്തനങ്ങൾ, തീരുമാനങ്ങൾ, സംസാരങ്ങൾ, ഇടപാടുകൾ കൊണ്ട് നമ്മെ പുറകിലോട്ട് ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്നുവെങ്കിൽ നാം എത്ര മുൻപോട്ട് തുഴഞ്ഞാലും നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുകയില്ല. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. എൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നുണ്ടോ? അതോ എത്ര ശ്രമിച്ചിട്ടും എത്ര തുഴഞ്ഞിട്ടും എൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നില്ല എന്നാണോ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ തോന്നുന്നത്? അങ്ങനെയാണോ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ കാണുന്നത്? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻകാല ചെയ്തികളെ ഒന്ന് പരിശോധിക്കണം. അല്പസമയം എടുത്ത് ഇരുന്ന് ചിന്തിക്കണം. അല്പസമയം വേർവിട്ട് മാറിയിരുന്ന് എൻ്റെ സംസാരങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു, എൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളെ വളരെ സൂക്ഷ്മതയോടെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അളക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സംസാരങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ചിന്തകളെയും നിലവുകളെയും നല്ലവണ്ണം ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മുൻപിൽ നമുക്കൊന്നും മറച്ചു വയ്ക്കാൻ കഴിയുകയില്ല. ഇനി മനുഷ്യരോട് ചെയ്ത തെറ്റുകൾ നാം മനുഷ്യരോട് ക്ഷമ ചോദിക്കണം. ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ, ദൈവം ഉദ്ദേശിച്ചതുപോലെ നാം ജീവിക്കാതെ ഇരുന്നതെല്ലാം ദൈവത്തോട് ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി അത് ഏറ്റു പറയണം. വേദപുസ്തകത്തിൽ പറയുന്നു, നാം ചെയ്യുന്ന തെറ്റുകളെയൊക്കെ, വേദപുസ്തകത്തിൽ പറയുന്ന വാക്കാണ് പാപം. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത്, ദൈവത്തെ വിശ്വസിക്കാത്തത്, ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കാത്തത്, ദൈവത്തിന് പ്രസാദമില്ലാത്തത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ഇടപെടുന്നതൊക്കെയും പാപമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. വേദപുസ്തക വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റു പറയുന്നു എങ്കിൽ, ക്ഷമ ചോദിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ദൈവം വിശ്വസ്തനാണ്, ദൈവത്തിന് കഴിവുണ്ട് എന്ന വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ, തടസ്സങ്ങളാണ് എപ്പോഴും മുൻപിലെങ്കിൽ, ദൈവത്തോട് പറയും, ദൈവമേ, എന്നിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ പ്രവൃത്തിയിൽ വന്നുപോയ തെറ്റുകൾ, ദൈവത്തെ അനുസരിക്കാഞ്ഞത്, ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചത്, ദൈവത്തിന് പ്രസാദമില്ലാത്തത് ചെയ്തത് എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നു, നിന്റെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്, മതിയായവനാണ്, കഴിവുള്ളവനാണ്, താല്പര്യമുള്ളവനാണ്. അങ്ങനെ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെ ഒരു ദൈവത്തോടെ നാം പ്രാർത്ഥിക്കുന്നത്. അത്രമാത്രം ഒരു അപ്പനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവ് ആയ എൻ്റെ ദൈവം ഞാൻ
ക്ഷമ ചോദിച്ചാൽ നിശ്ചയമായിട്ടും ക്ഷമിക്കും. മനുഷ്യരോട് ചെയ്ത തെറ്റുകൾ നമുക്ക് മനുഷ്യരോട് ചോദിക്കാം, ക്ഷമ ചോദിക്കാം, മനുഷ്യർ ക്ഷമിച്ചു തരട്ടെ. അങ്ങനെ എല്ലാ ജീവിതത്തിലും എല്ലാ മേഖലകളിലും പാപമുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയാം, ദൈവം ക്ഷമിക്കും. മനുഷ്യരോട് ഏറ്റു പറയേണ്ടതുണ്ടെങ്കിൽ മനുഷ്യരോട് ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കാം. ഒരു കോടതിയിലേക്ക് നമ്മൾ ഒരു കേസുമായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലായാൽ അതിന് മുൻപ് തന്നെ നമുക്ക് എതിർ നിൽക്കുന്ന ആളുമായി രമ്യപ്പെടുവാൻ, ക്ഷമ ചോദിക്കുവാൻ, ക്രമീകരണം വരുത്തുവാൻ കഴിഞ്ഞാൽ കോടതിയിലേക്ക് പോകാതെ ഇരിപ്പാൻ കഴിയും. അതുകൊണ്ട് ശിക്ഷ വരുന്നതിന് മുൻപ് തന്നെ, ശിക്ഷ വിധിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ നമുക്ക് ക്രമീകരണം വരുത്താനുള്ള മാർഗമാണ് നാം ഇന്ന് ചിന്തിച്ചത്. ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടത് ദൈവത്തോട് ചോദിക്കാം, ദൈവം ക്ഷമിക്കും. മനുഷ്യരോട് ചോദിക്കേണ്ടത് മനുഷ്യരോട് ചോദിക്കും. എങ്ങനെയായാലും നമ്മുടെ ജീവിതം മുൻപോട്ട് പോകണം. കെട്ടിയിട്ട വള്ളം പോലെ അതിലിരുന്ന് തുഴയുന്ന മുൻപോട്ട് പോകാത്തൊരു അനുഭവമല്ല. മുന്നേറ്റം ഉണ്ടാകണം, നന്മ ഉണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം. ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതിൽ വന്ന പോരായ്മകൾ പരിഹരിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.